ഖത്തറിലെയും ബഹ്റൈനിലെയും താവളങ്ങളിൽ നിന്ന് സൈനികരെ അമേരിക്ക അതിവേഗം ഒഴിപ്പിക്കുന്നു എന്നാണ് ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. ഖത്തറിലെ അൽ ഉദൈദ താവളത്തിൽ നിന്നും ബഹ്റൈനിലെ നാവിക താവളത്തിൽ നിന്നും നൂറുകണക്കിന് സൈനികരെയാണ് ഇപ്പോൾ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂയോർക്ക് ടൈംസാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറാനെതിരെയുള്ള സൈനിക നീക്ക ആശങ്ക ശക്തമാക്കുന്നതിനിടയിലാണ് ഈയൊരു നീക്കം. തങ്ങളെ ആക്രമിച്ചാൽ തിരിച്ചടി മേഖലയിലെ അമേരിക്കൻ താവളങ്ങളിലേക്കായിരിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി മുന്നോട്ട് പോവുകയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് അതിവേഗം സൈനികരെ ഒഴിപ്പിക്കാനിപ്പോൾ അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ സൗദി, UAE, കുവൈറ്റ്, ജോർദാൻ, സിറിയ, ഇറാഖ് താവളങ്ങളിൽ സേനകൾ തുടരും. അതിനിടെ അമേരിക്കയുമായി നടന്ന ചർച്ചയുടെ പുരോഗതി ഇറാൻ ഇന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി മേധാവിയുമായി പങ്കുവച്ചിട്ടുണ്ട്. ഇറാനെതിരെ അമേരിക്കയുടെ സൈനിക നീക്കാശങ്ക ശക്തമാക്കുന്നതിനിടെ തങ്ങളുടെ പൗരന്മാരോട് ഉടൻ തന്നെ രാജ്യം വിടാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സെർബിയയും സ്വീഡനും. ഇറാനിലെ സുരക്ഷാ സാഹചര്യം വഷളായതിനാലും അമേരിക്കൻ സൈനിക നടപടി ഉണ്ടായേക്കാമെന്ന ഭീഷണിയുടെ പശ്ചാത്തലത്തിലുമാണ് ഈ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ജനുവരി പകുതിയോടെ തന്നെ സെർബിയ തങ്ങളുടെ പൗരന്മാരോട് ഇറാൻ വിടാനും അങ്ങോട്ടേക്കുള്ള യാത്രകൾ ഒഴിവാക്കാനും നിർദ്ദേശം നൽകിയിരുന്നു. രാജ്യത്തെ പ്രതിഷേധങ്ങളെ ഇറാൻ ഭരണകൂടം അക്രമാസക്തമായി അടിച്ചമർത്താൻ തുടങ്ങിയത് തന്നെയാണ് ഇതിനുള്ള കാരണം. ഇപ്പോൾ സെർബിയൻ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗിക വെബ്സൈറ്റിൽ പങ്കുവച്ച പ്രസ്താവനയിലും ഇക്കാര്യം വ്യക്തമാക്കുന്നു. ഇറാനിലെ സുരക്ഷാ സാഹചര്യം മോശമായതിനാൽ അവിടേക്ക് യാത്ര ചെയ്യരുത്. വരും ദിവസങ്ങളിൽ യാത്ര ഒഴിവാക്കണം. ഒരു പടി കൂടി കടന്ന് സ്വീഡിഷ് വിദേശകാര്യമന്ത്രി മരിയ മാൽമർ നേരിട്ട് രംഗത്ത് വന്നു. ഇറാനിലുള്ള എല്ലാ സ്വീഡിഷ് പൗരന്മാരും എത്രയും പെട്ടെന്ന് രാജ്യം വിടണം. ഇങ്ങനെയാണ് അവർ അഭ്യർത്ഥിച്ചത്. ഒരു രാജ്യത്തിന്റെ വിദേശകാര്യമന്ത്രി ഇങ്ങനെയൊരു നിർദ്ദേശം നൽകണമെങ്കിൽ അവിടുത്തെ അവസ്ഥ എത്രത്തോളം ഗുരുതരമായിരിക്കുമെന്ന് നമുക്ക് ആലോചിച്ച് നോക്കാം. ഒരു കാലത്ത് തങ്ങളുടെ ആണവ പദ്ധതിയെക്കുറിച്ച് അമേരിക്കയുമായി വേഗത്തിൽ ഒരു കരാറിലെത്താമെന്ന പ്രതീക്ഷയിലായിരുന്നു ഇറാൻ. എന്നാൽ ആ പ്രതീക്ഷകളെല്ലാം ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞു. ടെഹ്റാന് മേൽ സമ്മർദ്ദം ചെലുത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ മസിൽ പവർ പുറത്തെടുത്തു. മിഡിൽ ഈസ്റ്റിലേക്ക് വലിയ രീതിയിൽ നാവികസേനയെയും യുദ്ധവിമാനങ്ങളെയും വിന്യസിച്ചു. എന്തായാലും ഉടൻ തന്നെ യുദ്ധം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ലോകം ആശങ്കപ്പെടുന്നത്. തങ്ങളുടെ ആണവ സംവിധാനം ബോംബുകൾ കൊണ്ട് തകർക്കാനാകില്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാംചി ചങ്കൂറ്റത്തോടെ വ്യക്തമാക്കിയിരുന്നു. വെള്ളിയാഴ്ച ട്രംപ് വീണ്ടും മുന്നറിയിപ്പ് നൽകി. ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നടപടിയുണ്ടാകും. ഇങ്ങനെയാണ് ട്രംപ് പറഞ്ഞത്. അതിന് പിന്നാലെ ചർച്ചകളെല്ലാം പരാജയപ്പെടുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒരു യുദ്ധമുണ്ടാകാനുള്ള സാഹചര്യമാണ് ഇതോടെ നിലവിലിരിക്കുന്നത്. ആണവ കരാറിൽ ധാരണയിലെത്താൻ ഇറാനുമേൽ അമേരിക്ക ചെലുത്തുന്ന സമ്മർദ്ദത്തിന് വഴിപ്പെടില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷൻസ്കിയാൻ പറഞ്ഞു. ലോകശക്തികൾ ഇറാനെ തലകുനിപ്പിക്കാൻ ഭീരുക്കളെപ്പോലെ അണിനിരക്കുകയാണെന്ന് അദ്ദേഹം വിമർശിച്ചു. മറ്റ് പ്രശ്നങ്ങളിൽ തലകുനിക്കാത്തതുപോലെ ഈ ഭീഷണിക്ക് മുന്നിലും ഇറാൻ തലകുനിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.